ഹരി ഓം. അർജുനൻ്റെ വിഷാദം ചില സാമൂഹിക സാംസ്കാരിക സമസ്യകളെ സംബന്ധിച്ചിട്ടുള്ള ആലോചനയ്ക്ക് അർജുനനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം വലിയൊരു അനാവശ്യമാണ്, അത് സമ്മാനിക്കുന്ന ദ്രോഹം സങ്കീർണമാണ് എന്ന് വാദിച്ച് സ്ഥാപിക്കാനാണെങ്കിലും യുദ്ധം ചെയ്യുക എന്ന ദൗത്യ നിർവഹണത്തിന് പകരം ചെയ്യുന്നില്ല എന്നുള്ള നിശ്ചയം വാസ്തവത്തിൽ ഒന്നിനും പരിഹാരമാവുന്നില്ല എന്ന വസ്തുതയെക്കുറിച്ച് വിചാരം ചെയ്തിട്ടില്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അർജുനൻ്റെ നിരീക്ഷണങ്ങൾക്ക് കാലിക പ്രസക്തിയുണ്ട്. ഒരു വശത്ത് ആഗോളീകരണം പോലുള്ള ഭൗതിക ഭോഗത്തിൻ്റെയും സമൃദ്ധിയുടെയും മുന്നേറ്റം ലോകത്തെ ഒരു ആഗോള ചന്തയാക്കി മാറ്റുകയാണ്. ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ആഗോള ചന്ത. അവിടെ കുടുംബ ചിന്തകൾക്ക്, പ്രേമാദര സമീപനങ്ങൾക്ക്, സാംസ്കാരികവും ധാർമ്മികവുമായ ചിന്തകൾക്ക്, അവയ്ക്കൊക്കെ എന്താ പ്രസക്തി? ആകെ ആഗോള ചന്തയിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എന്താ ചിന്തിക്കാനുണ്ടാവുക? കസ്റ്റമറെ എങ്ങനെ സന്തോഷിപ്പിക്കണം. ലളിതമാണ് കാര്യം. ജസ്റ്റ് ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് യുവർ പ്രോഡക്റ്റ്. പക്ഷെ അങ്ങനെയല്ല ആലോചിക്കുക. പലതും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നൗ വാട്ട് വി ക്യാൻ ഡു, അല്ലേ? അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ എന്ത് മാനിപ്പുലേഷൻ നടത്താൻ പറ്റും, ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നു. ഹൗ ടു മാർക്കറ്റ് ഇറ്റ്. ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആഗോളതലത്തിലെ സാമ്പത്തിക കാര്യങ്ങളും ഭൗതിക പുരോഗതി അളക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉത്പാദനവും വിതരണവും അതിനിടയിലുള്ള സംസ്കരണവും ഇതൊക്കെ പ്രധാനമാണ്. പക്ഷെ അതിനൊക്കെ ഒരു അടിത്തറ ഉണ്ടാവേണ്ടതുണ്ട്. ഉന്നതമായ ഒരു ലക്ഷ്യവും ഉണ്ടാവേണ്ടതുണ്ട്. സംപൂജ്യ രംഗനാഥാനന്ദ സ്വാമിജി നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളെ സംഗ്രഹിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരാണ് നൽകിയിട്ടുള്ളത്. റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. എറ്റേണൽ വാല്യൂസ് ഫോർ ദി ചേഞ്ചിങ് സൊസൈറ്റി. സൊസൈറ്റി നിരന്തരം പരിണതികൾക്ക്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇങ്ങനെ സമാജം മാറിക്കൊണ്ടിരിക്കുമ്പോഴും പക്ഷേ നമുക്ക് ചില ശാശ്വത മൂല്യങ്ങൾ കൂടിയേ തീരൂ. ഇപ്പോൾ മാറുന്ന സമൂഹത്തിന് മാറാത്ത അഥവാ ശാശ്വതങ്ങളായ മൂല്യങ്ങൾ, അതിനെക്കുറിച്ച് സംപൂജ്യ സ്വാമിജി സംസാരിച്ചു എന്ന് പറയും. അത് പ്രധാനമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സമീപനത്തെ പിന്നീട് കോയിൻ ചെയ്യപ്പെട്ട ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ അടിപൊളിയാവും എന്ന് പറഞ്ഞാൽ ബേസ്മെൻ്റ് ഉണ്ടാവില്ല.
അടിപൊളി എന്നുള്ളത് അവർ പ്രയോഗിക്കുന്നത് ഗംഭീരം, കേമം എന്ന അർത്ഥത്തിലൊക്കെയാണ്. അടിപൊളി അല്ലെങ്കിൽ അവർക്ക് പിന്നെ പ്രയോഗിക്കാനുള്ള പദം ഭയങ്കരമാണ്. അത് തന്നെയാണ് നമ്മുടെയും ആശങ്ക എന്ന് പറയുക. അടിപൊളി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരം എന്ന് തന്നെ തോന്നുന്നു. ഭയം ഉണ്ടാക്കുന്നതാണല്ലോ, അടിപൊളിഞ്ഞു പോവുകയാണല്ലോ. അത് പറയാൻ ഉദ്ദേശിച്ചത് സമാജത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉത്പാദന, സംസ്കരണ, വിതരണ രംഗത്തൊക്കെ എത്ര മാറ്റങ്ങളുണ്ടായാലും ഉപഭോഗ വിഷയത്തിൽ ചില മൂല്യങ്ങൾ വേണം. അതുപോലെ തന്നെ പരസ്പര പ്രേമത്തിൻ്റെയും ആദരവിൻ്റെയും മാനുഷിക മൂല്യങ്ങൾ, മാനവികത, അത് പരിപാലിക്കപ്പെടണം. പിന്നെ വന്നു ചേർന്നിട്ടുള്ള ഒരു സങ്കീർണമായ അവസ്ഥയെക്കുറിച്ച് ചില സാമൂഹിക ശാസ്ത്ര വിദഗ്ധർ, നമുക്കവരെ സോഷ്യൽ എൻജിനീയേഴ്സ് എന്ന് ഇന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഭാഷ ഉപയോഗിച്ച് വിശേഷിപ്പിക്കാം. സോഷ്യൽ എൻജിനീയേഴ്സ് അവർ പറയുന്നത്, ഒരു വശത്ത് ആഗോളീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റ് അല്ലെങ്കിൽ ആഗോള ചന്ത, അതിൻ്റെ മൂല്യങ്ങൾ, അതിൻ്റെ മൂല്യങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, അവിടെ മാനവികത എത്രത്തോളം പരിഗണിക്കപ്പെടുന്നുണ്ട്, പരിഗണിക്കപ്പെടണം, ആ വിഷയത്തിൽ വലിയ ചർച്ചയില്ല. മനസ്സിലായില്ലേ? അതിനൊക്കെ ചിലരെങ്കിലും ഉദ്യമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏത് ഫേം ആയാലും ശരി, നിശ്ചയമായിട്ടും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാവും. അത്തരം മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു വൈചാരിക പക്വത അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു വശത്ത് മാർക്കറ്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഉത്പാദനത്തെ സംബന്ധിച്ച് ഉത്പാദന രംഗത്ത് എത്രത്തോളം മാനിപ്പുലേഷൻ സാധ്യമാണ്, പ്രൊഡക്ടിവിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ചോദിക്കുമ്പോൾ ക്വാളിറ്റി ഉറപ്പാക്കണം എന്നല്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പൊതുപ്രവണതയെക്കുറിച്ചാണ് സ്വാമി പറയുന്നത്. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും. അതിൻ്റെ പിറകിൽ വിഷനുള്ളവരുണ്ടാവും, അതാണ് കാര്യം. മനസ്സിലാവണില്ലേ? ഇപ്പോൾ വിത്ത് എ വിഷൻ തീർച്ചയായിട്ടും ഭംഗിയാവും. പക്ഷെ അതൊന്നും വ്യാപകമായി ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൊതുമേഖലയിൽ, പൊതുമേഖല എന്ന് പറയുന്നത് സർക്കാർ എന്നുള്ള അർത്ഥത്തിലല്ല, ആഗോളതലത്തിൽ പൊതുവെ മാർക്കറ്റ് രംഗത്ത് ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിനെ നമ്മൾ മാർക്കറ്റ് വാല്യൂസ് എന്ന് പറയുകയാണെങ്കിൽ അത് മാനവികതയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? മാനവികതയുടെ മൂല്യങ്ങൾ ചിന്തിക്കപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്, സ്വാംശീകരിക്കപ്പെടുന്നത്, പോഷിപ്പിക്കപ്പെടുന്നത് കുടുംബങ്ങളിലാണ്. ഇത് സഹസ്രാബ്ദങ്ങളായിട്ട് ഭാരതം തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ്. കുടുംബങ്ങളിലാണ് ഉദാത്തമായ മാനവികതയുടെ മൂല്യങ്ങൾ. മാനവികതയുടെ മൂല്യം എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ച സംരക്ഷണത്തിൻ്റെ, പ്രകൃതി സംരക്ഷണത്തിൻ്റെയും കൂടി മൂല്യമാണ്. അനാദിയായ യജ്ഞ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ അത് പങ്കുവെക്കപ്പെടുന്നത് കുടുംബങ്ങളിലൂടെയാണ്. അപ്പൊ ഇന്ന് സംജാതമായിട്ടുള്ള അഥവാ വന്നു ചേർന്നിട്ടുള്ള ഒരു ദുരവസ്ഥയെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂസ് വേഴ്സസ് ഫാമിലി വാല്യൂസ്, ഇവിടെയാണ് അർജുനൻ ഉന്നയിച്ച ചില ചിന്തകൾ പ്രസക്തമാവുന്നത്. അതുകൊണ്ടാണ്
വളരെ മോഹകലുഷിതമായ ഒരു അവസ്ഥയിൽ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോകാൻ വേണ്ടി ചെയ്ത ന്യായീകരണങ്ങൾ ജൽപ്പനങ്ങളായി തള്ളേണ്ടതാണെങ്കിലും പ്രമാണമായിട്ട് സ്വീകരിച്ചുകൂടാ എങ്കിലും അർജുനന് എന്തായാലും സംസാരിക്കുക. അർജുനന് വളരെ കാലമായി കിട്ടിയിട്ടുള്ള ചില മൂല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാവുമല്ലോ. മനസ്സിലായില്ലേ? ഈ കഞ്ചാവൊക്കെ അടിച്ചവരെ കുറിച്ച് പറയും. അവര് അത് സ്വീകരിച്ച ആ ലഹരി അതവരെ ബാധിക്കുന്ന സമയത്ത് എന്താണോ പറയുന്നത്, എന്താണോ ചെയ്യുന്നത്, അത് തന്നെ തുടരും അത്രേ. പരിചയമുണ്ടോ? അനുഭവം ഉണ്ടോന്ന് ചോദിച്ചില്ല. ഇതുപോലെ അർജുനൻ ഏതോ അവസ്ഥയിലാവട്ടെ, സ്വാമികൾ പറയണത് ശോകമോഹ സാഗരേ നിമഗ്ന. എഗ്രീഡ്. വല്ലാത്തൊരവസ്ഥയിലാണ് അർജുനൻ. പക്ഷെ വിളിച്ചു പറയണതൊക്കെ ഒരു തിരുമേനിയെ മറ്റൊരാൾ വളരെ ആക്ഷേപിച്ചു. എന്തൊക്കെയാണ് വാക്കുകൾ പറഞ്ഞത് എല്ലാം പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. കുറേ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊക്കെ വിളിച്ച് ആക്ഷേപിക്കുക. അപ്പൊ തിരുമേനി വിചാരിച്ചു മോശമാക്കരുതല്ലോ, സാമ്പാർ കൂടിയ പഴം തേനി പപ്പടം തേനി. അപ്പൊ ആരോ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല തിരുമേനി, അങ്ങേര് പറയണ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലൊക്കെ വേണ്ടേ? ഇതിപ്പോ ഈ സാമ്പാർ കൂടിയാന്നൊക്കെ പറയണ അതൊന്നും തെറിയാവണില്ല. ഐ അവൻ തന്നെ അവൻ വിളിച്ചു പറയണു, ഞാൻ തന്നതല്ലേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. ഇതുപോലെ അർജുനെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലായാലും ശരി, വായെന്ന് വരുന്നത് ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കും. അർജുന്റെ തീരുമാനം തെറ്റാണ്. മനസ്സിലാവണില്ലേ? അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് ഭഗവാൻ ഭംഗിയായി അറിഞ്ഞ് തിരുത്തപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല, അത് തിരുത്തുന്നുണ്ടെന്ന് മാത്രവുമല്ല, തദ്വാര അർജുന നിമിത്തീകൃത്യ ലോകോത്തരമായ തിരുത്തലായിട്ട് ഭഗവത്ഗീത അവതീർണമായിരിക്കുന്നു. ഓക്കെ, അവതീർണയായിരിക്കുന്നു. ഭഗവത്ഗീത സ്ത്രീലിംഗമാണ്. അപ്പൊ ഇന്ന് വന്നു ചേർന്നിട്ടുള്ള ഒരവസ്ഥ ഇതാണ്. കുടുംബപരവും സാമാജികവുമായിട്ടുള്ള ഉത്തമവും ഉദാത്തവുമായ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതറിയണമെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ മതി. അവിടുത്തെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സംവാദത്തിൻ്റെ ആഴം, ഊഷ്മളത, തീവ്രത നഷ്ടമായി. അവിടെ എന്താണ് കടന്നുകയറ്റം നടത്തിയത്, നുഴഞ്ഞുകയറ്റം നടത്തിയത്, ഏതിൻ്റെ അധിനിവേശമുണ്ട്? സംഗതി മനസ്സിലായില്ലേ? എന്താ ഉത്തരം? അവിടെ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുടെ അധിനിവേശം. കമ്പ്യൂട്ടറും ടി വിയും മൊബൈൽ ഫോണും ഇതൊക്കെ അപകടമാണോ? എന്താണ് അതിലൂടെയൊക്കെ പങ്കുവെക്കുന്ന സന്ദേശം? അത് അപകടമാണ്. മനസ്സിലായില്ലേ? ലളിതമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഭാരതം ക്ഷേത്രജ്ഞനെ കുറിച്ച് ഗൗരവബുദ്ധിയാ പറയുന്നു. ക്ഷേത്രം ക്ഷേത്രജ്ഞന് വേണ്ടിയാണ്. ക്ഷേത്രം ഏതാണ് എന്നുള്ളത് നമ്മളൊക്കെ വ്യാപകമായി മനസ്സിലാക്കിയിട്ടുണ്ട്, മറ്റുള്ളവരോട് പറയാറില്ലെങ്കിലും. അതാണ് നമ്മുടെ ഒരു അപകടം. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണത് അർജുനൻ വിളിച്ചു പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ വിളിച്ചു പറയണമെന്ന് വരിക. മറ്റുള്ളവരും ചിന്തിക്കട്ടെ, ഉപകാരമാവട്ടെ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിതി അഭിധീയത്തെ. ക്ഷേത്രത്തിനാണോ പ്രാധാന്യം? ഈ ശരീരമാണ് കുന്തിപുത്ര ക്ഷേത്രം. ക്ഷേത്രത്തിനാണോ പ്രാധാന്യം? അല്ല. ക്ഷേത്രം പ്രസക്തമാവുന്നത് ക്ഷേത്രജ്ഞൻ റിസൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞനുണ്ട്. ക്ഷേത്രജ്ഞനാണ് ആരാധ്യൻ. പക്ഷേ
മോഡേൺ ടെക്നോളജി അതിൻ്റെ പല സംവിധാനങ്ങളിലൂടെയും പറയുക. കാരണം അവിടെ മാർക്കറ്റ് വാല്യൂ ആണ് അവയെ നയിക്കുന്നത്. അതിലൂടെ പറയുക എന്താണ്? ശരീരമാണ് പ്രധാനം. മനസ്സിലാവുന്നില്ലേ? അപ്പം അതിൻ്റെ സൗന്ദര്യം എങ്ങനെ ഉറപ്പാക്കാം, അതിനുവേണ്ടി എന്തൊക്കെ വിഭവങ്ങളാണ് നാം വാങ്ങിക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ഇത്തരം ചിന്തകൾ വ്യാപകമാകുമ്പോൾ അതിൽ സഫർ ചെയ്യുന്നത്, കാഷ്വാലിറ്റിയിൽ പെട്ടുപോകുന്നത് കുടുംബ ചിന്തകളും സംവാദങ്ങളും പ്രതിബദ്ധതകളും ഒക്കെയാണ്. ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ യുദ്ധത്തിൻ്റെ പരിണാമമായിട്ട്, പരിണതിയായിട്ട് സംഭവിക്കുമെന്ന് അർജുനൻ നോക്കിക്കണ്ടത് പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണ്. തിരിച്ച് ഏതൊക്കെ ഉപാധികൾ ഈ നിലയിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അവയ്ക്കൊക്കെ അതിൻ്റെ സ്ഥാനമേ കൊടുക്കാവൂ. ഒരു അധ്യാപിക ആൻസർ പേപ്പർ വായിച്ച് കരയുന്നു. വാട്സാപ്പിൽ എന്തോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവ് തിരിഞ്ഞെന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്താ കരയണേ, ഇതൊന്ന് നോക്കൂ. എന്നിട്ട് ടീച്ചർ വായിച്ചു. ഒരു കുട്ടി എഴുതിയ ഭാഗം വായിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? എനിക്കൊരു ടി വി ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ കുറേ സങ്കടങ്ങൾ. ടി വി ആണെങ്കിൽ അച്ഛന് സങ്കടം വരുമ്പോൾ അതിൻ്റെ മുന്നിലിരിക്കാറുണ്ട്, സന്തോഷം വരുമ്പോഴും അതിൻ്റെ മുന്നിലിരിക്കാറുണ്ട്. ഇങ്ങനെ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും തന്നെ അവഗണിക്കുകയാണ് എന്ന വേദന ആ ലേഖനത്തിലുണ്ട്. അപ്പോൾ ടീച്ചർ ആമുഖമായിട്ട് ഭർത്താവിന് പറഞ്ഞു കൊടുത്തു. ഞാൻ ക്ലാസ്സിലൊരു ചോദ്യം ഇട്ടിരുന്നു, നിങ്ങളുടെ ആഗ്രഹം എഴുതുക. ഒരു ഗോൾ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതാൻ പറഞ്ഞിരുന്നേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടി എഴുതിയതാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബാവസ്ഥ വളരെ അപകടമാണ്, നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛനമ്മമാരെ വിളിച്ച് സംസാരിക്കണം ഇതിനെക്കുറിച്ച്, കുറച്ച് സമയം കുട്ടിയോടൊപ്പം ഇരിക്കാൻ. ടീച്ചർ പറഞ്ഞു, നമ്മുടെ മോനാണ് എഴുതിയത്. ഓക്കെ. അപ്പം ചില കുടുംബ മൂല്യങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, അതിനോടൊപ്പം കച്ചവടം ആയിക്കോട്ടെ എന്ന് പറയും. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ ഭൗതിക സമൃദ്ധി തെറ്റല്ല, പക്ഷെ അത് ആത്മീയ ബോധ്യത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും അക്കൗണ്ടിലാവരുത്. സംഗതി മനസ്സിലാവുന്നില്ലേ? ഈ ഒരു സമീപനത്തിൻ്റെ ചർച്ച അർജുനൻ യുദ്ധ അനന്തരം സംഭവിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പറഞ്ഞത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചിന്താവിഷയമാക്കാവുന്നതാണ്. ഈ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഈ കാര്യം പറയുമ്പോൾ അർജുനനെ ഉദ്ധരിക്കണ്ട, കേട്ടില്ലേ? കാരണം എന്താണ്? മോഹകലുഷിതമായ ബുദ്ധി കൊണ്ട് പറയുന്നത് ശാസ്ത്രപ്രമാണം ആയിക്കൂടാ, അതുകൊണ്ട് ഉദ്ധരിക്കണ്ട. പക്ഷെ ഇത് വിരൽ ചൂണ്ടുന്ന ചില വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടണം. അത്രയാണ് സ്വാമി ഉദ്ദേശിച്ചത്. അർജുനൻ തുടരുന്നു. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്ത പിണ്ഡോദകക്രിയാഃ ദോഷൈരേതേ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യം തേജാദിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഈ
സങ്കരം കുലത്തെ നശിപ്പിച്ചവർക്കും കുലത്തിനും നരകം സമ്മാനിക്കും. പിതൃക്കൾ ഉദകക്രിയ ചെയ്യാനുള്ള ശ്രദ്ധ പിൻതലമുറക്കാർ കാണിക്കാത്തതുകൊണ്ട്, പിണ്ടം സമർപ്പിക്കാനുള്ള ശ്രാദ്ധകർമ്മങ്ങളിൽ ശ്രദ്ധ പുലർത്താത്തതുകൊണ്ട് അവർ ലുപ്തപിണ്ഡോദകക്രിയന്മാരായിട്ട് അധപ്പതിക്കും. മരണാനന്തര ക്രിയകളുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. അനുഷ്ഠാന തലത്തിൽ അത് വളരെ അനുസരിക്കപ്പെടേണ്ടതാണ് എന്ന് ഉറപ്പിക്കേണ്ടായി. ന്യായാന്യായങ്ങളെക്കാൾ പോയ ജീവന്റെ ഗതിവിഗതികൾ അന്വേഷിച്ച് അതിന് ഗുണകരമാകുമോ എന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്, ആദര പ്രകടനമാണ്, ദൗത്യമാണ് എന്നുള്ള നിലയിൽ അനുസരിക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ സമയം നീക്കിവെക്കുമ്പോൾ അത് നമ്മിൽ ഉണർത്തുന്ന, വളർത്തുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ പ്രധാനം തന്നെയാണ്. ദോഷൈഹി ഏതൈഹി കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഹി. ഈ ദോഷങ്ങൾ, ഈ വക ദോഷങ്ങൾ, കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഹി, വർണ്ണസങ്കരത്തെ സൃഷ്ടിച്ചിട്ടില്ലേ അവർക്ക്. അവരാരാകുന്നു? കുലങ്ങളെ നശിപ്പിച്ചവരാകും. ഇങ്ങനെ വർണ്ണസങ്കരത്തിന് ഉത്തരവാദികളായ കുലങ്ങളെ നശിപ്പിച്ചവർ. ഏതൈഹി ദോഷൈഹി ശാശ്വതാഃ ജാതിധർമാഃ കുലധർമാശ്ച ഉത്സാദ്യന്തേ. ഇവരെ സൃഷ്ടിച്ച ദോഷങ്ങളെ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ജാതിധർമ്മവും കുലധർമ്മവും ഒക്കെ നശിക്കും. ഇവിടെ ജാതിധർമ്മം, കുലധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഇക്കാലത്ത് പ്രബലമായി വ്യാപകമായി വന്നിട്ടുള്ള ഒരു ദൂരക്കാഴ്ചയുമില്ലാത്ത ജാതി വ്യവസ്ഥയല്ല ഉദ്ദേശിക്കുന്നത്. കേട്ടില്ലേ? അന്നത്തെ കാലത്ത് ഇത്രയേറെ സാമൂഹികമായ വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരുത്തരും അവിടെ അവരവരുടെ സർഗശേഷി കൊണ്ട് സമ്പുഷ്ടരാവാൻ ഉത്സാഹിക്കുന്നു. അവരുടെ സഹജീവനം, സഹയോഗിത്വം, അത് സമാജത്തെ വളർത്തുന്നു ആ നിലയിൽ. അപ്പം അതുകൊണ്ട് അവരവരുടെ കുലധർമ്മങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അന്ന് പ്രമുഖ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും വർണ്ണാശ്രമ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രയോഗിച്ചിട്ടുള്ള പദമാണ് ജാതി. ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ആ നിലയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ ഇന്ന് വ്യാപകമായിട്ടുള്ള ജാതിയല്ല. അത് ഉച്ചനീചത്വങ്ങളുടെയും അതിലും വളരെ നീചമായ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഒക്കെ വൃത്തികെട്ട സമീപനങ്ങളുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ പിറകിൽ തുടക്കത്തിൽ ന്യായമായ ചില കാര്യങ്ങളുണ്ടാവും, പിന്നീട് അത് ദുഷിച്ച ആചാരമൊക്കെ ആയിട്ട് വന്നുപോയി എന്ന് പറയും. അതിനെയല്ല ഇവിടെ അർജുനൻ ഉദ്ദേശിച്ചത്. ഈ ദോഷങ്ങളാൽ ശാശ്വതങ്ങളായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിക്കും. ഈ ദോഷൈ, ഏതൊക്കെയാ ദോഷം? കുലനാശം, യുദ്ധാനന്തരം ഉണ്ടാവുന്ന കുലനാശം, കുലധർമ്മനാശം, ഓരോ കുലത്തിൻ്റെതുമായിട്ടുള്ള ധർമ്മങ്ങൾ. ആറന്മുള കണ്ണാടിയൊക്കെ ഉദാഹരണം പറഞ്ഞില്ലേ? അന്നിലയിലുള്ള കുലധർമ്മങ്ങൾ നശിക്കും. അതുകൊണ്ട് അധർമ്മത്തിന് വൃദ്ധി ഉണ്ടാവും, സ്ത്രീകൾ ദുഷിക്കും, വർണ്ണസങ്കരത ഉണ്ടാവും.
അതുകൊണ്ട് നരകപ്രാപ്തി, പിതൃക്കൾക്ക് പതനം, ഇങ്ങനെ വ്യക്തിദോഷം സമാജത്തെ മുഴുവൻ ബാധിക്കുന്ന ദോഷമായി മാറുന്നു. ഇതും അർജുനൻ ചൂണ്ടിക്കാണിച്ചു. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസഃ ഭവതീത്യനുശുശ്രുമ. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്? ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം നിയതം നരകേ വാസഃ ഭവതി ഇതി അനുശുശ്രുമ. ജാതി കുലധർമ്മങ്ങളൊക്കെ നശിപ്പിച്ചവർ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിയതേ നരകം വാസഃ, അവർക്ക് നിത്യനരകമാണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറയാൻ എന്താ അർത്ഥം? കുലധർമ്മങ്ങളെയും കുലത്തെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഏവരുടെയും ഉത്തരവാദിത്വമാണ്. ഇതിൽ വീഴ്ച വരുന്ന സമയത്ത് ഇത് ലൗകികമായ ഒരു വാദമാണ്, വൈദികവാദവുമാണ് എന്നൊരാചാര്യൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അഭ്രാതരോ ന യേഷാന്നോ, അങ്ങനെ ഒരു വേദമന്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് എവിടെ, ഏത് നാട്ടിൽ സഹോദരന്മാരില്ലാത്ത സ്ത്രീജനം പെരുകുന്നുവോ, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീജനം പെരുകുന്നുവോ, ആ നാട്ടിൽ അതിന് കാരണക്കാരായവർക്ക് നരകമുണ്ടാവും, ആ നാട് നരകമായി ഭവിക്കും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. ആ അർത്ഥമാവാം അർജുൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ തന്നെ അതേ മന്ത്രഭാഗമായിട്ട് പാപാചരണം ചെയ്യുകയും അതിനെ ഒളിച്ചു വെക്കുകയും ചെയ്യുന്നവർക്കും നരകമുണ്ടാവും, അവർ നരകത്തെ സൃഷ്ടിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ടത്രേ. അപ്പൊ ഇതൊക്കെയായിരിക്കാം ഒരുപക്ഷെ അർജുനൻ ഓർമ്മിച്ചത്. അഹോ ബത മഹത് പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാ. അഹോ ബത മഹത് പാപം കർത്തും വ്യവസിതാവയം. അയ്യോ, അഹോ കഷ്ടം. അർജുനൻ ഇതുവരെ അർജുനൻ തന്നെ ചിത്രീകരിച്ച കാര്യങ്ങൾ ആകത്തുകയിൽ നോക്കിക്കണ്ട് അങ്ങനെ സംഭവിക്കുകയും ചോദിക്കുക. ഈ ചില കുട്ടികളൊക്കെ രാത്രി പഠന സമയം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഡിറ്റക്റ്റീവ് നോവൽ വായിക്കും. ഓക്കെ, എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് പേടിക്കാൻ ആരംഭിക്കും. സ്വയംകൃതാനർത്ഥം എന്നൊക്കെ പറയുന്നത് പോലെ വായിക്കണ്ടെന്ന് വെച്ചാൽ മതി, വായിച്ച് പേടിക്കുക. ഇതുപോലെ ഒരു ചിത്രകാരൻ ഒരു ആവേശം വന്നപ്പോൾ വളരെ വികൃതങ്ങളായിട്ടുള്ള, അതുപോലെ ഘോരരൂപികളായിട്ടുള്ള രൂപങ്ങളൊക്കെ വരച്ചു വെച്ചു. അങ്ങനെ അത് മുഴുവൻ ചുമരുകളിൽ തൂക്കി. പോരാത്തതിന് അങ്ങേര് മാർക്കറ്റിൽ പോയിട്ടൊരു ചുവന്ന ബൾബും കൊണ്ടുവന്നു. എന്നിട്ട് അത് വെട്ടു. ഇങ്ങനെ കാലത്ത് തൊട്ട് സന്ധ്യ മയങ്ങും വരെ ഇതിൻ്റെ വിറകിലായിരുന്നു. എന്നിട്ട് രാത്രി അത് ഓൺ ചെയ്തിട്ട് പേടിക്കുക. ഇതുപോലെ അർജുനൻ നിരത്തി വെച്ച കുറേ ചിത്രങ്ങൾ, ഇതൊക്കെ കൂടി കണ്ടപ്പോൾ അർജുനൻ തന്നെ പേടിയായിരുന്നു അറിയാൻ. അയ്യോ, എന്തൊരു മഹാപാപം ചെയ്യാനാണ് വാസ്തവത്തിൽ നാം ഉദ്യമിച്ചു പോയത്. അഹോബത മഹത് പാപം കർത്തും വ്യവസിത വയം. എന്തൊരു മഹാപാപം ചെയ്യാനാണ് നമ്മൾ ഉദ്യമിച്ചു പോയത്, പുറപ്പെട്ടു പോയത്. എന്തിനു വേണ്ടി എന്നാണെങ്കിലോ, യത് രാജ്യ സുഖലോഭേന, രാജ്യസുഖത്തിന് വേണ്ടിയിട്ട്.
ഇപ്പൊ രാജ്യസുഖത്തെ ഒരു തുലാസിൽ വയ്ക്കുക, മറുവശത്ത് ചെയ്യാൻ പോകുന്ന പാപം എന്താ? പാപത്തിന്റെ പ്രകൃതം സ്വജനം ഹന്തും, സ്വന്തക്കാരെ ബന്ധുജനങ്ങളെ കൊല്ലുക. ഇത് മറു തുലാസിലും വയ്ക്കുക. അയ്യോ, അർജുനൻ പറയാണ്, നിസ്സാരമായ ഈ കാര്യത്തിന് വേണ്ടി എന്തൊരു വലിയ പാപം! ചെയ്യില്ല ചെയ്യില്ല ചെയ്യില്ല, മൂന്നര തരം. യദ് രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാ. ഹോ, ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, താങ്ക് ഗോഡ് എന്നൊക്കെ പറയില്ലേ. ഈ വൈകിയ വേളയില്ലെങ്കിലും അത് തിരിച്ചറിയാൻ സാധിച്ചത് നന്നായി. അതുകൊണ്ട് എന്താ അർജുന നിന്റെ തീരുമാനം? കേക്കട്ടെ, കേട്ടോളൂ. യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. അപ്രതീകാരം അശസ്ത്രം മാം, എല്ലാ പ്രതികാര ചിന്തകളും. എന്ന് തുടങ്ങിയ പ്രതികാര ചിന്തയാണെന്ന് ആലോചിക്കണേ. പാണ്ഡവന്മാര് ജനിച്ച വിവരം അറിഞ്ഞതേ, യുധിഷ്ഠിരൻ ജനിച്ച വിവരം അറിഞ്ഞതേ ഗാന്ധാരിക്ക് വലിയ സങ്കടമായി, ഭയമായി. അങ്ങനെ കാലം വന്ന് പ്രസവിക്കേണ്ടതിന് പകരം ഗാന്ധാരി തന്നെ ഉത്സാഹിച്ചു. പക്ഷെ പ്രസവിക്കപ്പെട്ടതൊരു മാംസപിണ്ഡമായി. കഥയൊക്കെ അറിയാലോ. അങ്ങനെ ദുര്യോധനാദികൾ സൃഷ്ടിക്കപ്പെട്ടു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർ തമ്മിലുള്ള വൈരം വളരുന്നുണ്ടായിരുന്നു. കുട്ടികൾ വളരുന്നതിനൊക്കോണം വൈരവും വളർന്നിട്ടുണ്ട്. ദുര്യോധനാണെങ്കിൽ ഓരോ സമയത്തും പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ പാണ്ഡവന്മാരെ, യുധിഷ്ഠിരാദികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ മാർഗദർശകനായി ശകുനി. എങ്ങനെയൊക്കെ കരുക്കൾ നീക്കണം. അപ്പൊ എന്ന് തുടങ്ങിയിട്ടുണ്ടാവും പ്രതികാര ചിന്ത. മാത്രവുമല്ല, പാണ്ഡവപക്ഷത്തിന്റെ പ്രതികാര ചിന്ത കൗരവപക്ഷത്തിന്റെ ദ്രോഹചിന്തയേക്കാൾ ധാർമ്മികമാണ്, ന്യായീകരിക്കാവുന്നത്. എന്താ കാരണം? അത് രാജധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അധർമ്മിയായ ദുര്യോധനൻ നാട് ഭരിച്ചുകൂടാ, അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ പ്രതികാരമൊക്കെ ആവിയായി പോയ കാര്യമാണ് പറയണത്. യതിമാം അപ്രതീകാരം, യതി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്രതീകാരം, പ്രതികാര ചിന്ത ഒഴിഞ്ഞു പോയവനായ. ഇനിയോ വേറൊന്ന് ഞാൻ ചെയ്യാൻ പോണു. എന്താ ചെയ്യാൻ പോണത്? എൻ്റെ അസ്ത്രശസ്ത്രങ്ങളൊക്കെ മാറ്റിവെക്കും. അസ്ത്രം എന്ന് പറയുന്നത് തൊടുത്തു വിടുന്ന ആയുധങ്ങളെ ഉദ്ദേശിച്ചാണ്. ശസ്ത്രം എന്ന് പറയുന്നത് കയ്യിൽ എന്തിയിട്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങളാണ്. കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പ്രയോഗിക്കുന്നു. അപ്പൊ ഈ അസ്ത്രശസ്ത്രങ്ങളെയൊക്കെ ഞാൻ ഉപേക്ഷിക്കും. അശസ്ത്രം, അങ്ങനെയുള്ള എന്നെ. അപ്പൊ ഞാനിത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ, പ്രതികാര ബുദ്ധി ഇല്ലാത്തവനായിട്ട് ശസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, യതി സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ദുര്യോധനല്ലേ ആള്. അപ്പോ അർജുനൻ വേണ്ടാന്ന് വെച്ചോ, എന്നാ ഞാനും ഇല്ല എന്ന് തീരുമാനിക്കാൻ പോകണ്ടോ? ഇത് തന്നെ ലബ്ധാവസരം, നല്ലൊരു ചാൻസ് കിട്ടി എന്നേ ദുര്യോധനൻ തീരുമാനിക്കുള്ളൂ. എന്നിട്ടോ ശസ്ത്രപാണയ, ആയുധധാരികളായി വന്നിട്ട് ധാർത്തരാഷ്ട്രാഹ, ദുര്യോധനാദി പ്രഭൃതികൾ, രണേ ഹന്യഹു, യുദ്ധത്തിൽ കൊന്നാൽ.
കേട്ടില്ലേ? അടിമകളാക്കി കൊണ്ടുപോയാലും അല്ല, കൊല്ലന്നെ ആവട്ടെ. തത് മേ ക്ഷേമതരം ഭവേത്, അത് എനിക്ക് ക്ഷേമതരമാണ് എന്ന് ഞാൻ വിചാരിക്കും. ഇതിനേക്കാളൊക്കെ ഭേദം അതാന്ന് പറയണേ അർജുനൻ. കഷ്ടമേ. മനസ്സിലാവണില്ലേ? യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. ഏവമുക്ത്വാർജുനഃ സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഏവം ഇപ്രകാരം ശോകസംവിഘ്നമാനസഃ അർജുന, ശോകത്താൽ ആകെ അവശനായി പോയ, ശോകബാധ കൊണ്ട് തളർന്ന അർജുനൻ. ശോകസംവിഘ്നമാനസഃ അർജുനഃ ഏവം ഉക്ത്വാ, ഇപ്രകാരം പറഞ്ഞിട്ട്. എന്താ പറഞ്ഞത്? ആയുധമേന്താത്ത, എത്രയോ കാലത്തിന്റെ പ്രതികാരം മുഴുവൻ ആവിയായി പോയ അവസ്ഥയിലുള്ള ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശസ്ത്രപാണികളായിട്ട് അവർ വന്ന് എന്നെ കൊല്ലുകയാണെങ്കിൽ അത് തന്നെ ക്ഷേമം എന്ന് ഞാൻ കരുതും. പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞിട്ട് സശരം ചാപം വിസൃജ്യ, ശരത്തെയും ചാപത്തെയും രണ്ടിനെയും ഉപേക്ഷിച്ചിട്ട് സംഖ്യേ യുദ്ധക്കളത്തിൽ രഥോപസ്ഥേ രഥോപസ്ഥ ഉപാവിശത്. രഥോപസ്ഥേ രഥത്തിന്റെ തേർത്തടത്തിൽ നർത്ഥം. ഉപാവിശത് ഇരുന്നു. എന്താ ഒരവസ്ഥ കേടല്ലേ? ഇപ്പോ മുൻപ് ശേഷം ഇങ്ങനെ കാണിക്കാൻ പറ്റിയ രണ്ട് ഫോട്ടോസ് ഏതാ? മുമ്പ് കാണിക്കുക കൈർമയാ സഹ യോധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേഹം യേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ എന്നിങ്ങനെയൊക്കെ ഒരു യോദ്ധാവിന്റെ, ക്ഷത്രിയന്റെ സകലമാന ഭാവാദികളെയും ആവാഹിച്ച് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ തേരിനെ കൊണ്ട് നിർത്തിയാലും എന്നൊക്കെ ആവശ്യപ്പെട്ട അർജുനന്റെ ഫോട്ടോ. മുമ്പ്. ശേഷം എന്താ ശേഷം സ്ഥിതി? മര്യാദയ്ക്ക് ഗാണ്ഡീവം പോലും പിടിക്കാൻ പറ്റാതെ ഊർന്നു വീഴാറായ അവസ്ഥ. ഇനിയിപ്പോൾ അത് താഴെ വയ്ക്കുന്നതായിരുന്നു ഭേദം എന്ന് പറയും. അതുകൊണ്ട് വെച്ചു. രഥോപസ്ഥ ഉപാവിശത്. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദ യോഗോ നാമ പ്രഥമോധ്യായഃ. ഇപ്രകാരം ഒന്നാം അധ്യായം കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളതാണ്. ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായം. അനവധി ഉപനിഷത്തുക്കളിൽ പ്രതിപാദിതമായിട്ടുള്ള വസ്തുതയാണ് ഒന്നാം അധ്യായത്തിൽ അത്രയില്ലെങ്കിലും പ്രതിപാദിക്കാൻ പോണത്. അതുകൊണ്ടിത് ഉപനിഷത്ത് തന്നെയാണ് എന്ന് പറയാം. ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു. പിന്നെയോ ശ്രീകൃഷ്ണാർജുന സംവാദ രൂപത്തിലാണ് ഈ മഹാദാർശനിക ഗ്രന്ഥം പ്രകാശിതമാവുന്നത്. ശ്രീകൃഷ്ണാർജുന സംവാദേ. ഇനി ഇതിൽ രണ്ട് വസ്തുതകൾ മുഖ്യമായും പ്രതിപാദിക്കുന്നുണ്ടെന്ന് പറയാം. ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ നോളജ്, സൈദ്ധാന്തിക ചർച്ച ഇവിടെയുണ്ട്. പിന്നെയോ യോഗശാസ്ത്രേ, അത് യോഗശാസ്ത്രവുമാണ്, പ്രാക്ടിക്കൽ നോളജ്.
പ്രായോഗിക ചിന്തയും ഇവിടെ വേണ്ടത്രയുണ്ട്. ഈ ഒരു സൈദ്ധാന്തിക സാക്ഷാത്കാരം സാധിക്കുന്നതിന് പ്രായോഗിക തലത്തിൽ അനുസരിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും വൃത്തിയായി പ്രതിപാദിക്കുന്നുണ്ട്. അർജുന വിഷാദ യോഗം. ഈ സംഭവം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അർജുനൻ മേലിലും മഹാരോഗിയായി സമാജദ്രോഹിയായി നശിച്ചു പോയേനെ. ലക്കിലി ഇത് സംഭവിച്ചത് ഭഗവാൻ പാർത്ഥസാരഥിയുടെ മുന്നിലായതുകൊണ്ട് ഇതിനെ രോഗമെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. ഭഗവാൻ ഇതിൽ വലിയൊരു സാധ്യത കാണുന്നുണ്ട് എന്ന് പറയാം. ആ സാധ്യതയുടെ നേരെ ഭഗവാൻ സുമനോഹരം പുഞ്ചിരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കേട്ടില്ലേ? ഭഗവാൻ അതിൽ വലിയൊരു സാധ്യത കാണും. പ്രതിസന്ധി സൃഷ്ടിയുടെ അഗ്രദൂതനാണ്. അതുകൊണ്ട് ഇത് യോഗമായി മാറി. വിഷാദ രോഗം യോഗമായി മാറുന്ന ആ ഒരു സന്ധ്യ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ രംഗം, അത് ഇനി വരുന്ന അധ്യായത്തിലെ ആദ്യ ഭാഗത്തുള്ള ശ്ലോകങ്ങളിലാണ് കൂടുതൽ വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഭഗവാൻ സംസാരിക്കുന്നതോടെ അർജുനനിൽ രോഗാവസ്ഥ യോഗാവസ്ഥയായിട്ട് മാറും. അതോടുകൂടി അർജുനൻ ഉത്തമ ശിഷ്യനാവുന്നു പറയും. അത് നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോഴേക്കും മറ്റൊരു വസ്തുത നമുക്ക് ആലോചിച്ചു വെക്കാം. എന്താ പരിഗണിക്കാൻ പോകുന്ന വസ്തുത? ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. ആചാര്യന്മാർ ഓർമ്മിപ്പിക്കുന്ന ചില സൂചനകൾ. 1-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകം, വേപധുശ്ച ശരീരമേ രോമഹർഷശ്ച ജായത്തെ എന്ന് ഒരു വിറയലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അത് നോട്ട് ചെയ്തു. ഇതിനു മുമ്പ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, 1-ാം അധ്യായത്തിൽ ഭഗവാൻ ആകെ ഒരു വാക്യമേ പറയുന്നുള്ളൂ. എന്താ വാക്യം? പാർത്ഥ പശ്യ സമവേതാൻ കുരു. ഹേ അർജുന, കാണൂ, അണിനിരന്നിരിക്കുന്ന ഈ കുരുജനങ്ങളെ കണ്ടാലും. ഇത്രേ പറഞ്ഞുള്ളൂ. പിന്നീട് അർജുനൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ചുട്ട മറുപടി കൊടുത്ത് നിഷ്ക്രിയത, അർജുന ഒന്നിനും പരിഹാരമല്ല, മറിച്ച് നീ ഇപ്പോൾ ഈ ഒരു സങ്കീർണ മാനസികാവസ്ഥയുമായി പിന്തിരിഞ്ഞോടിയാൽ അത് സൃഷ്ടിക്കുന്ന വിപത്ത് യുദ്ധാനന്തര വിപത്തിനേക്കാൾ കൂടുതൽ അപകടകരമായിരിക്കും. ഭഗവാന് വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ ചുട്ട മറുപടികൾ കൊടുക്കാമായിരുന്നു. പക്ഷെ ഭഗവാൻ അതിന് മുതിരുന്നില്ല. അവിടെ നാം ഭഗവാനിൽ കാണുന്നത് സമാദരണീയനായ ഒരു ശ്രോതാവിനെയാണ്. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലും എല്ലാ സാമാജിക മേഖലകളിലും നമുക്കും കേൾവിക്കാരാവാൻ സാധിക്കട്ടെ. കാരണം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സങ്കടം, ആഗോള സങ്കടം, ആഗോളീകരണത്തിൻ്റെ കാര്യത്തിൽ എല്ലാറ്റിനും ഒരു ആഗോള ടച്ച് ഉണ്ട് എന്ന് പറയും. ഒരു ആഗോള സങ്കടം എന്താണ്? Nobody understands me. Nobody loves me. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ അറിയുന്നില്ല. എൻ്റെ സ്നേഹം, എൻ്റെ ത്യാഗം, എൻ്റെ പ്രതിബദ്ധത
മനസ്സിലായില്ലേ? ഇതെല്ലാവരുടെയും സങ്കടം. ഇതിനെന്താ പരിഹാരം? നമുക്കും സങ്കടം ഉണ്ടാവുകയായിരിക്കും, അത് തൽക്കാലം മാറ്റി വെച്ച് മറ്റുള്ളവർക്കെങ്കിലും ഉപകാരമാവട്ടെ, എന്തായാലും എൻ്റെ സങ്കടം തീരുന്നു തോന്നില്ല, ഈ ജന്മം കൊണ്ട് തീരില്ലേ, പോട്ടെ എന്ന് മാറ്റിവെച്ച് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തയ്യാറാവുമെന്ന് പറയും. സശ്രദ്ധ ശ്രവണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കണ്ണീർ കണം പൊഴിക്കുമ്പോൾ എന്നിൽ 1000 സൂര്യന്മാരുദിക്കും എന്ന് അക്കിത്തം നിരീക്ഷിച്ചിട്ടുണ്ട്. കേട്ടില്ലേ? വാസ്തവ. അപരനു വേണ്ടി അഹർനിശം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്ന് കൃപാലുവിൻ്റെ മഹത്വത്തെ നാരായണ ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഭഗവാൻ കാണിച്ച ഒരു മാതൃക ഇന്നത്തെ ബഹുമുഖ മേഖലകളിൽ അവശ്യം പാലിക്കപ്പെടേണ്ടതാണ്. മനസ്സിരുത്തണേ. നമുക്ക് മറ്റുള്ളവരെ സശ്രദ്ധം കേൾക്കാം, ഇടപെടാതെ, വിധിക്കാതെ, മറുപടി ആലോചിക്കാതെ. കേട്ടില്ലേ? അങ്ങനെ ഭഗവാൻ കേട്ടു. എന്നിട്ടോ തനിക്ക് അവസരം വന്നപ്പോൾ സുചിന്തിത അഭിപ്രായം, സാനുകമ്പം അനുഗ്രഹമായിട്ട് വർഷിക്കുന്നു. ഇതിനെ സംബന്ധിക്കുന്ന ഒരു ചിന്തയാണ് മനസ്സിലാക്കാൻ ഇടയായത്, ആസ്വദിച്ചത് പങ്കുവയ്ക്കുന്നത്. 29ാമത്തെ ശ്ലോകത്തിൽ വേപധുശ്ച ശരീരമേ, ശരീരത്തിന്റെ വിറയലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതേ വാക്കുപയോഗിച്ച് ഭഗവാൻ മറുവശത്ത് 2-ാം അധ്യായം 39ാമത്തെ ശ്ലോകത്തിൽ സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതും അർഹസി, സ്വധർമ്മ വിഷയം പരിഗണിക്കുമ്പോൾ നിനക്ക് വിറയലിന്റെ ആവശ്യമൊന്നുമില്ല അർജുന എന്ന് പറഞ്ഞാൽ, പരധർമ്മ വിഷയകമായ നിന്റെ മോഹാധിഷ്ഠിത തീരുമാനമാണ് നിന്നെ ഇങ്ങനെ കിടന്ന് വിറപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഓർമ്മിപ്പിച്ചു. ഈ സ്വധർമ്മ നിശ്ചയം എന്ന് പറയുന്നതിന് കുറച്ച് ആഴമുണ്ട് കേട്ടോ. അതാത് സമയത്ത് സംഗതമായി വരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്ത് വർണ്ണാശ്രമധർമ്മം കണ്ടെത്തി ചെയ്യുക എന്നതിനും അപ്പുറത്ത് അടിസ്ഥാനപരമായി നമ്മൾ എല്ലാവരും ആത്മസ്വരൂപികളാണ്, സച്ചിദാനന്ദ സ്വരൂപികളാണ് എന്ന ബോധ്യവും സ്വധർമ്മ ചിന്തനത്തിന്റെ ഗണത്തിൽപ്പെടും. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഒരു സ്വധർമ്മി ആകുമ്പോൾ ന വികമ്പിതും അർഹസി, ഈ വിറയലൊന്നും പ്രസക്തമാവില്ല എന്ന് നിരാകരിക്കുന്നുണ്ട്. പിന്നെയോ സ്വജനം ഹി കഥം ഹത്വ സുഖിനസ്യാമ മാധവ എന്ന് 37ാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചിരിക്കുന്നു. സ്വജനങ്ങളെ കൊന്നിട്ട് എങ്ങനെ സുഖമായിട്ടിരിക്കും ഭഗവാനെ? ഭഗവാൻ അതിന് മറുപടി, ഈ വന്നു ചേർന്ന യുദ്ധത്തിന്റെ വാല്യൂ നീ മനസ്സിലാക്കണം. മാത്രവുമല്ല, സുഖമായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നതിന് വേറെയും തലങ്ങളുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം എന്ന 2-ാം അധ്യായത്തിൽ 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നു. കേട്ടില്ലേ? അതുകൊണ്ട് നീ എങ്ങനെ സുഖം കിട്ടും എന്ന് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് വന്നു ചേർന്ന ഒരു ശ്രേയോ മാർഗത്തിൽ നിനക്ക് അനുഗ്രഹമായി എത്തിച്ചേർന്ന ദൗത്യമാകുന്നു ഇത്. സോ ഡോണ്ട് ട്രൈ ടു എസ്കേപ്പ്. മനസ്സിലായില്ലേ? നീ ഒളിച്ചോടി കളയരുതേ. നരകേ നിയതം വാസഃ ഭവതീത്യനുശുശ്രുമ 43ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ വിലപിക്കുന്നു. നരകവാസം. ഈ വിഷയം ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പലയിടങ്ങളിലായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായാലും 2-ാം അധ്യായത്തിൽ മനുഷ്യൻ
സ്വർഗനരകമല്ല ലക്ഷ്യമാക്കേണ്ടത്, അതിനപ്പുറത്ത് അവനൊരു സാക്ഷാത്കാര സാധ്യതയുണ്ട്. ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നീ കേട്ടതിനെ കുറിച്ചൊന്നും വ്യാകുലപ്പെടണ്ട. മനസ്സിലായില്ലേ? നരകത്തെക്കുറിച്ചൊക്കെ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ട് അതൊന്നും നിന്നെ വ്യാകുലപ്പെടുത്തേണ്ട കാര്യമില്ല. അഥവാ അതിനൊക്കെയും അപ്പുറത്ത് പോകാനാണ് നിനക്ക് സാധിക്കേണ്ടത്. 2-ാം അധ്യായത്തിൽ 52-ാമത്തെയും 53-ാമത്തെയും ശ്ലോകത്തിൽ ഭഗവാൻ യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യസി യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യസി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചലാ സമാധൗ അചലാ ബുദ്ധിഃ തദാ യോഗം അവാപ്സ്യസി. തുച്ഛമായ സ്വർഗ നരകങ്ങളുടെ ഇടയിൽ കിടന്ന് കളിക്കേണ്ട ജന്മമല്ല ഹേ അർജുന നിന്റെ ജന്മം. ഇത് വെറും പുണ്യജന്മമായോ പാപജന്മമായോ നരകജന്മമായോ സ്വർഗജന്മ അങ്ങനെയൊന്നും മാറ്റേണ്ടതല്ല. പിന്നെയോ സമാധൗ അചലാ ബുദ്ധിഃ തഥാ യോഗം അവാപ്സ്യസി. നിന്നിൽ നിഹിതമായിട്ടുള്ള ഒരു അനന്ത സാധ്യതയുണ്ട്. അത് നിനക്ക് സമാധിയെ സമ്മാനിക്കും. സമാധി എന്ന് പറയുന്നത് ആത്മ എന്ന അർത്ഥത്തിലാണ് ആ ശ്ലോകത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അസ്മിൻ സർവം സമാധീയത്തെ. ആ ആത്മാവിൽ ചിത്തത്തെ ഉറപ്പിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കും സമാധി എന്ന് പറയാം. അത് ഏറ്റവും നിർവൃതികരമായ ജന്മസാഫല്യമാണ് എന്നർത്ഥം. മനസ്സിലാവണില്ലേ? അതും ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഹോ ബദ മഹത്പാപം കർത്തും വ്യവസിതാവയം. ഞങ്ങൾ എന്തോ ഒരു പാപമാണ് ചെയ്യാൻ പോയത്, അയ്യോ എന്ന് വിലപിക്കുന്ന അർജുനനോട് ഭഗവാൻ പറയുന്നു, ഹേ അർജുന, ഇവിടെ കണക്കെടുപ്പ് നടത്തേണ്ട സമയമല്ല, കണക്കെടുപ്പല്ല നടത്തേണ്ടത്. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ഭഗവാൻ പറയണു, ബുദ്ധിയുക്തനെ സംബന്ധിച്ചിടത്തോളം ഈ സുഹൃത ദുഷ്കൃതൊന്നും വിഷയാവില്ല. മനസ്സിലാവുന്നില്ലേ? അത്യുദാത്തമായ ഒരു ലക്ഷ്യബോധത്തിൽ അപ്പപ്പോൾ വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെയൊക്കെ സമീകരിച്ചു കാണാൻ പഠിക്കണം. എന്നിട്ടോ യോഗം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ കുശലതയാണ്. ആ കൗശലമാർജിക്ക് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സുഖദുഃഖേ സമേകൃത്വ ലാഭാലാഭൗ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. ഇവിടെ അർജുനൻ പിൻവാങ്ങി നിൽക്കുന്നതാണ് പാപം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവയെ സമീകരിച്ചുകൊണ്ട് ലാഭമാവട്ടെ നഷ്ടമാവട്ടെ ജയമാകട്ടെ പരാജയമാകട്ടെ സുഖമാകട്ടെ ദുഃഖമാകട്ടെ ശുഭമാകട്ടെ അശുഭമാകട്ടെ ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ വന്നു ചേരുന്ന ഫലങ്ങളെയൊക്കെ സമീകരിച്ച് കാണാനുള്ള ഒരു ഉയർന്ന സമുദ്ര സമാനമായ അവബോധം അത് നിനക്കുണ്ടാവട്ടെ. അങ്ങനെയുള്ള ഒരു അവബോധത്തിൽ വർത്തിക്കുന്നതാണ് വാസ്തവത്തിൽ ശ്രേയസ്കരം. മറ്റെന്ത് നീ ചെയ്യുകയാണെങ്കിൽ അത് പാപമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും അല്ല പാപം അർജുന, നീ അതിനേക്കാൾ വലിയ പാപമാണ് ഇപ്പൊ ചെയ്യാൻ മുതിരുന്നത്. ഈ യുദ്ധക്കളം വിട്ടോടിപ്പോകുമ്പോൾ നീ ചെയ്യുന്ന പാപം കൂടുതൽ ഗുരുതമമാണ് എന്ന് പറയാം. മനസ്സിലാവണില്ലേ? നൈവം പാപം അവാപ്സ്യസി. അങ്ങനെയുള്ള പാപമൊന്നും നീ ദയവേത് ചെയ്തു കൂട്ടരുതേ എന്നും ഭഗവാൻ 2-ാം അധ്യായം 38-ാം ശ്ലോകത്തിൽ വിലക്കുന്നുണ്ട്. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നത്യജേത്. അർജുനന്റെ ക്ഷത്രിയ വ്യക്തിത്വത്തെ പരിഗണിച്ച്, അർജുനനിലെ സ്വധർമ്മത്തെ പരിഗണിച്ച് ഭഗവാൻ പറയണു, ഇതിന് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും. നീ നിരത്തിയ ദോഷങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രസക്തങ്ങളാണ്. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള ദോഷത്തെക്കാൾ ഇത് ഭേദമാണ്. ഏത് സമാരംഭങ്ങളിലും അർജുന സർവാരംഭാഹി ദോഷേണ, എല്ലാ സമാരംഭങ്ങളിലും അഗ്നിക്ക് പുകയെന്ന പോലെ അതിൻ്റെതായ ന്യൂനതകളുണ്ട്.
അതുകൊണ്ട് സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നത്യചേത്. സദോഷമാണെങ്കിലും ശരി, ദോഷയുക്തമാണെങ്കിലും ശരി, സ്വധർമ്മത്തെ വെടിഞ്ഞുകൂടാ. മാത്രവുമല്ല, ഇത് സംബന്ധിയായ നിന്റെ പാപപുണ്യങ്ങളെ കുറിച്ചൊന്നും നീ വ്യാകുലപ്പെടണ്ട. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. തീർച്ചയായിട്ടും നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്ന് ഞാൻ രക്ഷിക്കും. കാരണം പാപത്തിൽ നിന്നുള്ള സർവോദോന്മുഖമായ മുക്തി, എല്ലാ പ്രകാരത്തിലുള്ള മോചനം സംഭവിക്കുന്നത് അറിവ് കൊണ്ടാണ്. ആ അറിവ് ഞാൻ നിനക്ക് തരും. സമർപ്പണപൂർവം ദൗത്യം തുടർന്ന് ധർമ്മ നിശ്ചയങ്ങളെ പോലും ധർമാനുഷ്ഠാനത്തെ പോലും ത്യജിക്കാൻ, കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയെ ത്യജിക്കുന്നതിലൂടെ നിനക്ക് സാധിക്കും. അവിടെ നേടുന്ന സാക്ഷാത്കാരമാണ് ലക്ഷ്യമാക്കേണ്ടത്, അല്ലാതെ താൽക്കാലിക രക്ഷപ്പെടൽ ലക്ഷ്യമാക്കരുത് എന്നിങ്ങനെയൊക്കെ ഭഗവാൻ വിസ്തരിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അർജുനന്റെ പ്രസ്താവനകളെ ഒന്നും ഭഗവാൻ അവഗണിച്ചിട്ടില്ല എന്ന കാര്യവും പഠിതാക്കളെ ഓർമ്മപ്പെടുത്താൻ ഈ ഒരു താരതമ്യ പഠനം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഈ വിധം വീണ്ടും തിരിച്ചും മറിച്ചുമൊക്കെ ആലോചിച്ച് മുന്നേറാൻ സാക്ഷാൽ പാർത്ഥസാരഥി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന ഒരു ആശംസയോടെ പ്രാർത്ഥനയോടെ ഒന്നാം അധ്യായത്തെ സംബന്ധിച്ച ഭാഷണം ഉപസംഹരിക്കുന്നു. ഹരി.